ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നൊരു അപ്പത്തിന്റെ റെസിപ്പിയാണ്. അപ്പത്തിന്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ സാധാരണ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഗോതമ്പ്, റാഗി ഒക്കെ കൊണ്ട് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ റവ വെച്ചിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. പച്ചരി കൊണ്ടുണ്ടാക്കുന്ന അതേ അപ്പത്തിന്റെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടുന്നുണ്ട്. റവയും ഗോതമ്പും റാഗിയും വെച്ചൊക്കെ അപ്പം ഉണ്ടാക്കുമ്പോൾ പച്ചരി വെച്ചുണ്ടാക്കുന്നതിനേക്കാൾ ഒരല്പം വ്യത്യാസപ്പെടി ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതായിട്ടുള്ള റവ എടുക്കാം. പിന്നെ അതേ കപ്പിൽ 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് ചോറുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാര, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക. ഇത് കുറച്ച് സമയം അപ്പോൾ റവ കുതിരുകയും ചെയ്യും, അതൊന്ന് പുളിച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പം രാത്രിയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് രാവിലെ അരച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അപ്പം ഉണ്ടാക്കാം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇതെല്ലാം കൂടി നന്നായിട്ട് കുതിർത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ഞാനിവിടെ രാത്രിയിൽ എല്ലാം മിക്സ് ചെയ്ത് വെച്ചു. രാവിലെ നോക്കുമ്പോൾ അത് റവയെല്ലാം ഒന്ന് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക. കൂടുതൽ വെള്ളം ചേർക്കരുത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരയുന്ന പോലെ അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും റവയും അരഞ്ഞുകൊള്ളും. പിന്നെ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുക. ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ഒട്ടലുണ്ടെങ്കിൽ അത് മാറിക്കൊള്ളും. പിന്നെ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇത് മാവ് രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ നല്ലപോലെ പുളിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മിനിമം 3 മണിക്കൂറാണ് നമ്മൾ റവ കുതിർത്ത് വെച്ചതെങ്കിൽ മാവ് അത്രയും പുളിക്കില്ല. അപ്പം പുളി കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തത്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മാവ് ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്പം ചുടാം. ആദ്യം ഞാൻ വെള്ളയപ്പം ചുടുന്ന കണക്കാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുറച്ച് ഈ റവ അരച്ചെടുത്തത്. അപ്പം നമുക്ക് പാലപ്പം പോലെ ചുടാനാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഇതിപ്പോൾ ആദ്യം വെള്ളയപ്പം ചുടുന്ന കണക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ശരിക്കും പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് പാലപ്പം ചുടുന്ന കണക്ക് വേണം ചുട്ടെടുക്കാൻ. ഇതുപോലെ വെള്ളയപ്പം ചുടുന്ന കണക്ക് ചുട്ടെടുക്കുമ്പോൾ ആ ചൂടോടുകൂടി കഴിക്കാമെന്നല്ല, തണുത്ത് കഴിഞ്ഞാൽ അത്ര സുഖമില്ല. പക്ഷേ പാലപ്പം ചുടുന്ന കണക്ക് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല നമ്മൾ പച്ചരി കൊണ്ടുണ്ടാക്കിയ പാലപ്പത്തിൻ്റെ അതേ ടെക്സ്ചറിലും ടേസ്റ്റിലും നമുക്ക് ചുട്ടെടുക്കാം. ഒരു കളർ ഒരല്പം ചെറിയൊരു മഞ്ഞ കളർ, ആ റവയുടെ ഒരു കളറുണ്ടല്ലോ, ആ ഒരു കളർ വരുമെന്നേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് ഉണ്ടാക്കാം. നമുക്ക് നല്ലൊരു ചിക്കൻ കറി, മുട്ടക്കറി, അങ്ങനെ എന്തെങ്കിലും ഏത് കറിയുടെ കൂടെയും കഴിക്കാം. നല്ല അപ്പമാണ്. തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പച്ചരിയൊക്കെ തീർന്നു പോയി, പച്ചരി കുതിരാൻ കൂടുതൽ സമയം എടുക്കുന്നു എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഒരു 3 മണിക്കൂർ റവ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുതിർത്തിട്ട് നമുക്ക് അത്താഴത്തിന് വേണമെങ്കിലും എടുക്കാം. ഇനി രാവിലെ വേണമെങ്കിലും പച്ചരി എന്നൊക്കെ തീർന്നു പോയാൽ നമുക്ക് ഇതുപോലെ എടുക്കാം. റവ കൊണ്ട് ഇതുപോലെ നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ദോശക്കല്ലിൽ ചുട്ടെടുക്കാതെ അപ്പത്തിന്റെ ചട്ടിയിൽ, പാലപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ചുട്ടെടുക്കുക. അതുകൊണ്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നതാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. റവയുടെ ചെറിയൊരു കളറുണ്ടെന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.